ഉസ്മാൻ ബിൻ മദ്ഊൻ റളിയല്ലാഹു തആല അൻഹു ഇസ്ലാം സ്വീകരിച്ചു. മക്കയിൽ നിന്ന് അദ്ദേഹം ഹബശയിലേക്ക് ഹിജറ പോകേണ്ടി വന്നു. അങ്ങനെ ഹബശയിലേക്ക് ഹിജറ പോയി. പിന്നെ ഹബശയിൽ നിന്ന് മുഹാജിറുകൾ മടങ്ങുന്ന ഒരു അവസ്ഥ ഉണ്ടായിട്ടുണ്ട്. അങ്ങനെ ഉസ്മാൻ ബിൻ മദ്ഊൻ റളിയല്ലാഹു തആല അൻഹു ഹബശയിൽ നിന്നും മടങ്ങി വന്നപ്പോഴാണ് മക്കയിലേക്ക് അടുക്കാൻ പറ്റൂല, മക്കയിൽ ഇറങ്ങി താമസിക്കാനുള്ള അവസരമല്ല ഹിജറ പോയവർക്ക്. അതുകൊണ്ട് തന്നെ മടങ്ങി വന്ന വിശ്വാസികൾ പലരും മക്കയുടെ ഓരങ്ങളിൽ തങ്ങളുടെ വീടുകളും കുടുംബങ്ങളൊക്കെ മുന്നിൽ കാണുന്നുണ്ട്. പക്ഷേ അവർക്ക് ഇറങ്ങാൻ വയ്യ, ഖുറൈശികൾ സമ്മതിക്കുന്നില്ല. ഉസ്മാൻ ബിൻ മദ്ഊൻ റളിയല്ലാഹുവിൻ്റെ അവസ്ഥ അങ്ങനെയായിരുന്നു. അപ്പോഴാണ് അൽ വലീദ് ബിൻ മുഗീറ അൽ മഖ്സൂമി ഉസ്മാൻ ബിൻ മദ്ഊനെ ഏറ്റെടുക്കുന്നത്. അദ്ദേഹം എന്ത് ചെയ്തു? ഉസ്മാൻ ബിൻ മദ്ഊന് അഭയം നൽകിയിട്ട് അദ്ദേഹം പ്രഖ്യാപിച്ചു, കഅബയുടെ അടുക്കൽ കൊണ്ടുപോയിട്ട് ഉസ്മാൻ ബിൻ മദ്ഊൻ എൻ്റെ അഭയത്തിലാണ്, എൻ്റെ ജീവാറിലാണ് ഇനി മക്കയിൽ. അങ്ങനെ ഉസ്മാൻ ബിൻ മദ്ഊൻ അൽ വലീദ് ബിൻ മുഗീറ അൽ മഖ്സൂമിയുടെ അഭയത്തിൽ, വലീദ് ബിൻ മുഗീറ അൽ മഖ്സൂമി കൊടിയ മുശ്രിക്, ഇസ്ലാമിൻ്റെ ശത്രു. പക്ഷെ എന്നാലും അദ്ദേഹത്തിൻ്റെ അഭയത്തിൽ ഉസ്മാൻ ബിൻ മദ്ഊൻ കഴിയുമ്പോഴാണ് മറ്റു മുസ്ലിമീങ്ങളൊക്കെ ഇസ്ലാമിൻ്റെ പേരിൽ പീഡിപ്പിക്കപ്പെടുകയാണ്. വലിയ പീഡനം അനുഭവിക്കുന്ന അവസ്ഥയാണ്. അതുകൊണ്ട് തന്നെ ഉസ്മാൻ ബിൻ മദ്ഊൻ അൽ വലീദ് ബിൻ